അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 14-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. നമ്മൾ പഠിച്ചു വരുന്നത് കഴിഞ്ഞ കാലക്രിയ പാസ്റ്റ് വെർബിൻ്റെ രൂപങ്ങളാണ്. അതിൽ കഴിഞ്ഞ കാലക്രിയയുടെ തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ കാലക്രിയയുടെ ഫസ്റ്റ് പേഴ്സണാണ്, ഉത്തമ പുരുഷൻ. ആരാണോ സംസാരിക്കുന്നത് അയാളെക്കുറിച്ച് പറയുന്നതാണല്ലോ ഉത്തമ പുരുഷൻ. അതിന് അറബി പറയുക മുത്തക്കല്ലിം എന്നാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെയിലു മാലി മുത്തക്കല്ലിം, അഥവാ ഫെയിലു മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് വെർബ് കഴിഞ്ഞ കാല ക്രിയയുടെ മുത്തക്കല്ലിം അഥവാ ഫസ്റ്റ് പേഴ്സൺ, ഉത്തമ പുരുഷൻ, സംസാരിക്കുന്നവൻ, അവനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കാല ക്രിയകളോട് ഫസ്റ്റ് പേഴ്സൻ്റെ സർവനാമങ്ങളായ അന, നഹ്നു ഇവ ചേർന്ന് വരുമ്പോഴാണ്, ചേർത്ത് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അന എന്നുള്ളത് സിംഗുലർ ഫോമിനും നഹ്നു എന്നുള്ളത് ഡബിൾ പ്ലൂറൽ ഫോമിനുമാണ് ഉപയോഗിക്കുക. ആദ്യമായിട്ട് നമ്മളെ ചാർട്ട് കാണാം. ഫീലു മാലി മുത്തക്കല്ലിം ലിൽ മുഫ്രദ്, ഫാസ്റ്റ് വെർബ് ഫസ്റ്റ് പേഴ്സൺ ഫോർ സിംഗുലർ. അന എന്ന ഏകവചന സർവനാമത്തിന് പകരം തു എന്നാണ് ക്രിയകളോട് ചേർന്ന് വരിക. ക്രിയകളോട് തു ചേർക്കുമ്പോൾ ക്രിയയുടെ അവസാനം എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്യുകയും വേണം. ഒരു ഉദാഹരണം താഴെ കൊടുക്കുന്നുണ്ട്. കത്തല പ്ലസ് അന. കത്തല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു വേർഡാണ്, കൊന്നു എന്നാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോൾ അനക്ക് പകരം തു ആണ് ചേരുക. കത്തല എന്നുള്ള ക്രിയയുടെ ലാസ്റ്റ് അവസാനത്തെ അക്ഷരം ലായാണ്, അതിന് സുക്കൂനും ചെയ്യണം. അപ്പോൾ അത് കത്തൽ തു എന്നായി മാറി. ഞാൻ വധിച്ചു, ഞാൻ കൊന്നു കളഞ്ഞു എന്നാണ്. 28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 33-ാമത്തെ വചനത്തിൽ ഈ ഒരു വാക്ക് വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഫിറൗൻ്റെ അടുത്തേക്ക് ദൂതനായി അള്ളാഹു നിയോഗിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞതാണ്, റബ്ബി ഇന്നി ഖതൽതു മിൻഹും നഫ്സൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ. റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി ഖതൽതു ഞാൻ കൊന്നിട്ടുണ്ട്, മിൻഹും അവരിൽ നിന്ന്, നഫ്സൻ ഒരാളെ, ഫഅഖാഫു അൻ യഖ്തുലൂൻ അതുകൊണ്ട് എന്നെ അവർ വധിച്ചു കളയും എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബി ഖതൽതു ഞാൻ കൊന്നു. മൂസാ നബി ഏകവചനമാണ്, മെയിലാണ്, അഥവാ പുരുഷനാണ്. ഫീമെയിലിനും ഇത് ഉപയോഗിക്കും. മെയിലിനും ഫീമെയിലിനും ഇതേ വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക. മുത്തക്കല്ലിം രൂപത്തിൽ മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല, കോമണാണ്. ഇനി ഫീമെയിലിന് ഉപയോഗിച്ചതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ താഴെ പറയുന്നത്. നദറ വേർഡ് മീനിങ് നേർച്ചയാക്കി, പ്ലസ് അന ഞാൻ നേർച്ചയാക്കി. അപ്പോൾ അത് ചേർത്ത് പറയുമ്പോൾ അനക്ക് പകരം തു എന്നാണ്. നദർതു ഞാൻ നേർച്ചയാക്കി. ഫസ്റ്റ് പേഴ്സണാണ്, സിംഗുലറാണ്, ഫീമെയിലിനാണ് ഇത് ഉപയോഗിച്ചത്. ഇവിടെ മേലെ ഉപയോഗിച്ചത് മെയിലിനാണ്. അപ്പോൾ രണ്ടിനും ഉപയോഗിക്കാം. 3-ാം അധ്യായം ആലി ഇമ്രാനിലെ 35-ാമത്തെ വചനത്തിൽ ഈ വേർഡ് വരുന്നുണ്ട്. മറിയം ബീബിയുടെ ഉമ്മയായ ഇമ്രാൻ്റെ ഭാര്യ അള്ളാഹുവിന് വേണ്ടി ഒരു നേർച്ച നേർന്ന കഥയാണ് അവിടെ പറയുന്നത്. ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ. ഇമ്രാൻ്റെ ഭാര്യ അഥവാ മറിയം ബീബിയുടെ ഉമ്മ പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി നദർതു ഞാൻ നേർച്ചയാക്കി, ലക നിനക്ക്, മാഫി ബത്നി എൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാനിതാ നിൻ്റെ മാർഗത്തിലേക്ക് നേർച്ചയാക്കിയിരിക്കുന്നു. നദർത്തു പറയുന്നത് ഇമ്രാൻ്റെ ഭാര്യയാണ്, ഫീമെയിലാണ്. അപ്പം ഫീമെയിലിനും ഇത് ഉപയോഗിക്കും. മേലെ മൂസാ നബിയാണ് പറഞ്ഞത്, മെയിലിനും ഇത് ഉപയോഗിക്കും. ഇത് ഫീലു മാലി മുത്തക്കല്ലിം അഥവാ ഉത്തമ പുരുഷ ഭൂതകാല ക്രിയ, പാസ്റ്റ് വെർബ് ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സിംഗുലർ അന എന്ന് ചേർന്ന് വന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നഹ്നു എന്ന് ചേർന്ന് വന്നതിനെ കുറിച്ച് നോക്കാം. ഫീലു മാലി മുത്തക്കല്ലിം ലിൽ മുസന്ന വൽ ജം, പാസ്റ്റ് വെർബ് ഫോർ ഫസ്റ്റ് പേഴ്സൺ,
ഫസ്റ്റ് പേഴ്സൻ്റെ പാസ്റ്റ് വെർബാണ്. ഫോർ ഡബിൾ ആൻഡ് പ്ലൂരൽ, രണ്ടാളുണ്ടായാലും രണ്ടിലധികം ആളുണ്ടായാലും ഞങ്ങൾ, നെഹ്നു എന്നുള്ള സർവനാമമാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് പകരം ക്രിയകളോട് ചേർന്ന് വരുമ്പോൾ നെഹ്നു അല്ല ചേർക്കുന്നത്, നാ എന്നുള്ള ആണ് അതിനോട് ചേർക്കുന്നത്. ദ്വിവചനത്തിലും ബഹുവചനത്തിലും നെഹ്നു എന്ന സർവനാമത്തിന് പകരം നാ എന്നാണ് ക്രിയകളോട് ചേർന്ന് വരിക. ദഹബ പ്ലസ് നെഹ്നു, ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കുന്നു. ദഹബ പ്ലസ് നെഹ്നു എന്താ പറയുക? ദഹബിന, നെഹ്നുവിന് പകരം നാ ചേർക്കണം. ദഹബ എന്നുള്ള ബാക്ക് സുക്കൂൻ കൊടുക്കണം. ദഹബിന ഞങ്ങൾ പോയി. തറക്ക പ്ലസ് നെഹ്നു, തറക്കൻ്റെ കാഫിന് സുക്കൂൻ കൊടുക്കണം. തറക്ക് നാ ഞങ്ങൾ വിട്ടേച്ചു, ഞങ്ങൾ ഉപേക്ഷിച്ചു. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 17-ാം വചനത്തിൽ ഇത് രണ്ടും വരുന്നുണ്ട്. യൂസുഫ് നബിയുടെ സഹോദരന്മാർ പിതാവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഖാലൂ യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ, ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ മത്സരിച്ചോട്ടത്തിന് വേണ്ടി പോയി. ദഹബ്നാ ഞങ്ങൾ പോയി. വതറക്നാ ഞങ്ങൾ വിട്ടേച്ചു. യൂസുഫ ഇൻദ മതാഇന ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച സ്ഥലത്തേക്ക് യൂസുഫ് നബിയെ അവിടെ ഇരിക്കാൻ വേണ്ടി വിട്ടേച്ചു കൊണ്ടാണ് ഞങ്ങൾ പോയത്. തറക്കിന അഥവാ ഈ ദഹബിന എന്നും ഞങ്ങൾ പോയി, തറക്കിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടേച്ചു എന്നുള്ളതും പിന്നെ പാസ്റ്റ് വെർബിൻ്റെ ഫസ്റ്റ് പേഴ്സൻ്റെ ഡബിൾ അല്ലെങ്കിൽ പ്ലൂരലാണ് ഇവിടെ. രണ്ടാളാണെങ്കിൽ ഞങ്ങൾ തന്നെ പറയാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു ചാർട്ട് ഞാൻ താഴ്ത്തു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ മുദക്കർ മുഅന്നസ് കാണാം, മുദക്കർ മെയിൽ, മുഅന്നസ് ഫീമെയിൽ. രണ്ടാം കോളത്തിൽ മുകളിൽ മുഫ്രദ് എന്ന് കാണാം. അതായത് ഈ ഫസ്റ്റ് പേഴ്സൻ്റെ സർവ്വനാമങ്ങൾ എല്ലാം തന്നെ മെയിലിനും ഫീമെയിലിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാം കോളത്തിൽ മുഫ്രദ് സിംഗുലർ എന്ന് കാണാം. ഫഅല പ്ലസ് അന ഫഅൽതു, ഞാൻ ചെയ്തു, ഐ ഡിഡ്, ഞാൻ ചെയ്തു. ഇപ്പുറം കാണാം മുസന്ന ഡബിൾ, രണ്ടെണ്ണാണെങ്കിലും ജം പ്ലൂറലാണെങ്കിലും ഫഅല പ്ലസ് നഹ്നു ആണ്. ഫഅൽനാ ഞങ്ങൾ ചെയ്തു, വി ഡിഡ് ഞങ്ങൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഫഅല, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത, ഫഅൽന, ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇനി അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ റൈറ്റ് പാസ്റ്റ് വെർബ് ഫസ്റ്റ് പേഴ്സൺ ഫോം ഓഫ് ദഖല ലറബ, ഈ രണ്ട് ഇതിൻ്റെയും ഫഅൽതു മോഡലും ഫഅൽന മോഡലും ഈ രണ്ട് വെർബ് എഴുതാം. പിന്നെ വേറൊരു ഒരു ഹോംവർക്കും കൂടിയുണ്ട്. അത് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഹർക്കത്തില്ലാതെ വായിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള 3 സെൻറ്റൻസാണ്. അത് ഞാൻ വായിക്കൂല, അടുത്ത ക്ലാസ്സിൽ അത് ഞാൻ വായിച്ചു തരും. ഇതിൽ നിങ്ങളത് ഹർക്കത്തില്ലാതെ ഒന്ന് വായിച്ചു നോക്കുക. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയിട്ട്, ഗ്രാമർ പഠിക്കാത്ത നോട്ട് ബുക്ക് ഉണ്ടാവുമല്ലോ, അത് വേണം. അപ്പോൾ അതിലേക്ക് ഇത് പകർത്തി എഴുതിന് വരം കുറിയൊക്കെ ഇടുക, 10 കസർ ലമ്മ് ഇടുക, എന്നിട്ട് അത് വായിച്ചു തരിക. ഇതിന് ഗ്രാമർ നിയമങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. പഠിച്ച ആളുകൾക്ക് ഇത് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഹോംവർക്ക് തന്നിരുന്നു. അതാണ് റൈറ്റ് 6 ഫോം ഓഫ് ദി പാസ്റ്റ് വെർബ് സെക്കൻഡ് പേഴ്സൺ പാസ്റ്റ് വെർബിൻ്റെ 6 ഫോം എഴുതാൻ. ദഖല ലറബ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ദഖലയോട് അന്ത ചേർക്കുമ്പോൾ ദഖലയുടെ ലാസ്റ്റ് സുക്കൂൻ ചെയ്യണം. ദഖൽത്ത, ദഖൽത്തുമാ, ദഖൽത്തും, ദഖൽത്തി, ദഖൽത്തുമാ, ദഖൽത്തുന്ന. അപ്പോൾ അത് എഴുതിയവർ നോട്ട് ബുക്ക് എഴുതിയവർ നോക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അടുത്തത് ലറബയാണ്. ലറബയുടെ ലാസ്റ്റ് ലെറ്ററിന് ബായാണ്, അതിന് സുക്കൂൻ ചെയ്യണം, എന്നിട്ട് താ ചേർക്കണം. ലറബ് ത, ലറബുത്തുമാ, ലറബുത്തും, ലറബുത്തി, ലറബുത്തുമാ, ലറബുത്തുന്ന. അപ്പോൾ ഈ രൂപത്തിൽ അറബിക് ഗ്രാമർ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടുകൂടി അറബി ഭാഷ പഠിക്കുവാനും ഖുർആൻ പഠിക്കുവാനും നമുക്ക് സാധിക്കും. റബ്ബദിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.